ഒരു ചെറിയൊരു ഇമേജ്, ഓക്കെ, ചെറിയൊരു പിക്ചറും കൂടി കൊടുക്കണം. ഓക്കെ, ദെൻ ആട്രിബ്യൂട്ട്സ് മസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ next today we are going to discuss about basic UI designs. Okay, basic UI means user interface designs. Okay, so a typical user interface of an Android application consists of action bar and the application content area. Okay, ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത് തന്നെ. Okay, user interface of an Android application consists of action bar and the application content area. Okay, so it will be consist of main, action bar, view control, content area, split action bar. Okay, നമ്മുടെ ആക്ഷൻ ബാർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. വിസിബിൾ ആണോ? അയ്യോ, ക്ലാരിറ്റി പോകുന്നുണ്ട്. ഓക്കെ, okay, so the basic unit of Android application is the activity. Okay, എന്തായിരുന്നു activity? Activity എന്തായിരുന്നു? റെസ്പോണ്ട് ചെയ്തേ. ആക്ടിവിറ്റി എന്തായിരുന്നു? അതിന്റെ സിൻടാക്സ് എന്തായിരുന്നു ആക്ടിവിറ്റീൻ്റെ? ഓർമ്മയുണ്ടോ? ആക്ടിവിറ്റി ഇറ്റ് ഡിഫൈൻസ് എ സിംഗിൾ സ്ക്രീൻ വിത്ത് എ യൂസർ ഇൻ്റർഫേസ് അല്ലേ? അതിൻ്റെ ആ ആക്ടിവിറ്റി നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സിൻടാക്സ് എങ്ങനെയായിരുന്നു? പബ്ലിക് ക്ലാസ് മൈ ആക്ടിവിറ്റി എക്സ്റ്റെൻസ് ആക്ടിവിറ്റി. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അതിൽ ആ മൈ ആക്ടിവിറ്റീൻ്റെ ഇടയിൽ സ്പേസ് പാടില്ല കേട്ടോ, ക്ലാസ് നെയിം ആണ്. ഓക്കെ, യു ക്യാൻ യൂസ് അണ്ടർസ്കോർ. ഓക്കെ, സോ ആ പബ്ലിക് ക്ലാസ് വിട്ടുപോകരുത്. ഓക്കെ, മൈ ആക്ടിവിറ്റി ഈസ് അവർ സബ് ക്ലാസ് ആൻഡ് ആക്ടിവിറ്റി ഈസ് ദി സൂപ്പർ ക്ലാസ്. ഓക്കെ, ദെൻ അതിൻ്റെ ബോഡി കൂടി ഓപ്പൺ ബ്രേസസ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസും കൂടി എഴുതിയിരിക്കണം. ഓക്കെ, സോ here, the basic unit of Android application is the activity. A UI is defined in an XML file. Already know what is an XML file. Okay. During compilation, each element in the XML is compiled into equivalent Android GUI class with attributes represented by methods. Okay. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജാവ കമ്പയർ ചെയ്യുമ്പം ഒരു ഡോട്ട് ക്ലാസ് ഫയലായിട്ട് മാറും എന്നൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു XML ഫയൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ആൻ ഈക്വലന്റ് ആൻഡ്രോയിഡ് GUI ക്ലാസ്. ഓക്കെ, വിത്ത് ആട്രിബ്യൂട്ട്സ് റെപ്രസെൻറ്റഡ് ബൈ ദി മെത്തേഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വ്യൂ ആൻഡ് വ്യൂ ഗ്രൂപ്പ്സ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വ്യൂ ആൻഡ് ആക്ടിവിറ്റീസ് കൺസിസ്റ്റ് ഓഫ് views and a view is just a widget that appears on the screen. It could be a button അല്ലേ? പല ബേസിക് വ്യൂസ് നമ്മൾ ടെക്സ്റ്റ് വ്യൂ, എഡിറ്റ് ടെക്സ്റ്റ് വ്യൂ അല്ലേ, ഇമേജ് വ്യൂ, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, വൺ ഓർ മോർ വ്യൂസ് ക്യാൻ ബി ഗ്രൂപ്പഡ് ടുഗദർ ഇൻ ടു വൺ ഗ്രൂപ്പ് വ്യൂ ആൻഡ് എക്സാമ്പിൾ ഓഫ് വ്യൂ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ലേഔട്ട്സ്. ഓക്കെ, ലേഔട്ട്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, so a good Android application should follow the following UI patterns. That is action bar, confirming and acknowledging, settings, help, selection. Okay, so action bar എന്ന് പറയുന്ന സമയത്ത് the action bar is a dedicated bar at the top of each screen that is generally persistent throughout the app. ഓക്കെ, സാധാരണ നമ്മൾ കാണാറുള്ളത് തന്നെയാണ് ആക്ഷൻ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് യു സെവറൽ കീ ഫങ്ഷൻസ് വിച്ച് ആർ ഓക്കെ. The key functions are make important actions
prominent and accessible. ഈ ഇമ്പോർട്ടൻ്റ് ആക്ഷൻസ് എഴുതാം അവിടെ. ഓക്കെ, ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ആക്ഷൻ ബാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ dedicated bar at the top of each screen. Okay, dedicated bar at the top of each screen and its functions. Main functions as one. Make important actions prominent and accessible. Second, supports consistent navigation and view switching within apps. Third, reduces okay, it provides providing an action overflow for rarely used action, provides a dedicated space for giving your app an identity. Okay, so these are the main functions of action bar. Okay, and it usually consists of app icon. Okay, app icon that establishes your app's identity. It can be replaced with a different logo or something if you wish. Okay, then view control, app icon view control. If your app displays data in different views, this segment of the action bar allows users to switch views. Okay, view control already അറിയാവുന്നത് തന്നെയാണ്. Okay, then action button. Okay, okay, so ഇതൊക്കെയാണ് ആക്ഷൻ ബാറിൽ നമ്മൾ കാണാറുള്ളത്. ഓക്കെ, ദെൻ കൺഫേമിംഗ് ആൻഡ് അക്നോളജിങ്. When a user involves an action on your app's UI user interface, it is a good practice to confirm or acknowledge that action through a toast or a dialog box. Okay, നമ്മൾ ഓൾറെഡി കാണാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യുവർ ഫയൽ ഈസ് സബ്മിറ്റഡ് അങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗ് ബോക്സ് വരുന്നത് അല്ലേ. സോ കൺഫേമിംഗ് ആൻഡ് അക്നോളജിങ് അത് തന്നെയാണ്. ഓക്കെ, confirming when we ask the user means acknowledging another. Okay, confirming when we ask the user to verify that they truly want to proceed with a action that they just invoked, it is called confirmed. Okay, ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യണോ യെസ് ഓർ നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട്. ഓക്കെ, ജസ്റ്റ് കൺഫേമിംഗ് ആണത് അല്ലേ. അതുപോലെ തന്നെ അക്നോളജിങ് വെൻ വി ഡിസ്പ്ലേ എ ടോസ് ടു ലെറ്റ് ദ യൂസർ നോ ദാറ്റ് ദ ആക്ഷൻ ദേ ജസ്റ്റ് ഇൻവോക്കഡ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്, ദിസ് ഈസ് കോൾഡ് അക്നോളജിങ്. ഓക്കെ, ഇപ്പോൾ ഇമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തു, ഒരു കൺഫേമിങ് ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് വന്നു, ഡിലീറ്റ് ചെയ്യണോ യെസ് ഓർ നോ എന്നുള്ളത് അല്ലേ. നമ്മൾ യെസ് കൊടുത്തതിന് ശേഷം ഡിലീറ്റഡ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അക്നോളജിങ് അല്ലേ, കൺഫേമിങ് ആൻഡ് അക്നോളജിങ്. ഓക്കെ അല്ലേ. ദെൻ settings, the place in your app where users can indicate
their preferences for how your apps should behave is called as settings. Okay. The use of settings can benefit your app's user in the following way. Number one, settings help user to predetermine that what will happen in certain situation. Use of settings in your app help users to feel in control. Okay. Then help. Some of your app users may run into same difficulty while using your app, and they will be looking for some answers and they want them within the app like settings. The standard design of placing help option is in action, flow or overflow. Okay, always make it very last item in the menu and always label it help. Even if your app screen has no other action overflow items, help should be appear. Okay. സോ നമ്മുടെ ആപ്പിൽ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ. Then last, selection. The long press gesture is now used to select data. Combining contextual action and selection management function for selected data into a new element called the contextual action bar. The selection contextual action bar is a temporary action bar that overlays your app's current action bar while data is selected. It appears after the user long press on a selectable data item. Already നമ്മൾ മൊബൈലിലൊക്കെ ചെയ്യുന്നത് തന്നെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി ലോങ് പ്രസ് കൊടുക്കുന്നത്. ഓക്കെ. സോ ഇതൊക്കെ അല്ലേ ബേസിക് UI ഡിസൈൻസ്, അതിൽ വരുന്നതാണ് ഇതൊക്കെ. ആക്ഷൻ ബാർ, കൺഫേമിംഗ് ആൻഡ് അക്നോളജിങ്, സെറ്റിംഗ്സ്, ഹെൽപ്പ്, സെലക്ഷൻ. ഓക്കെ. അതിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട ലേഔട്ട്സും വരും. ഓക്കെ. ലേഔട്ട്സും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരും. ഓക്കെ ആണോ? ബേസിക് UI ഡിസൈൻ. ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? നമ്മൾ സാധാരണ നമ്മുടെ മൊബൈലിൽ കാണാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ലേഔട്ട്സും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ബേസിക് UI ഡിസൈൻസിൻ്റെ വ്യൂ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ. സോ അത് ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു. ദെൻ വി ഹാവ് ആക്ഷൻ ബാർ, കൺഫേമിംഗ് ആൻഡ് അക്നോളജിങ്, സെറ്റിംഗ്സ്, ഹെൽപ്പ്, സെലക്ഷൻ. ഓക്കെ. ബാക്കിയുള്ളവർക്കോ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഓക്കെ. കണ്ടന്റ് പ്രൊവൈഡർ എന്തായിരുന്നു? എന്തായിരുന്നു കണ്ടന്റ് പ്രൊവൈഡർ? Supplies data from one application to other on request. ഓക്കെ. ആപ്ലിക്കേഷൻസ് തമ്മിലാകാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആൻഡ് സിസ്റ്റം തമ്മിലാകാം. ഓക്കെ. സോ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സും ഈ കണ്ടന്റ് പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് അല്ലേ, ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ആയിരിക്കും അവിടെ കൂടുതലും ഹാൻഡിൽ ചെയ്യുക. ഓക്കെ. സോ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഇവിടെയും നമ്മൾ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാൻ പോവാണ്. ഓക്കെ. സോ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, ഹിയർ ദ ഡയഗ്രാം ഈസ് ഗിവൺ. ഡാറ്റാബേസും ആപ്പിൻ്റെയും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓരോ ആപ്പ് ഐക്കൺസ് ആൻഡ് ഡാറ്റാബേസ്, ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് കണ്ടന്റ് പ്രൊവൈഡർ ഇരിക്കുന്നത് അല്ലേ. സോ ഓൾറെഡി ആക്ടിവിറ്റിയിൽ നമ്മൾ കുറച്ച് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു അല്ലേ. കണ്ടന്റ് പ്രൊവൈഡറിൽ അങ്ങനെ നോക്കാൻ പോവാണ്. ഓക്കെ. സോ എ കണ്ടന്റ് പ്രൊവൈഡർ കമ്പോണന്റ്
supplies data from one application to others on request. Such requests are handled by the methods of the content resolver class. Content resolver class. Okay. Content providerലുള്ള മെത്തേഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു കണ്ടന്റ് പ്രൊവൈഡേഴ്സിന് കിട്ടുന്ന ആ ഒരു റിക്വസ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടന്റ് റിസോൾവർ ക്ലാസ്സിലെ മെത്തേഡ്സ് ആണ്. ഓക്കെ, കണ്ടന്റ് റിസോൾവർ ക്ലാസ്. എ കണ്ടന്റ് പ്രൊവൈഡർ ക്യാൻ യൂസ് ഡിഫറെൻറ്റ് വേസ് to store its data, and the data can be stored in a database, in files, or even over a network. Okay. Content provider centralize content in one place and provide access for various application. Okay, ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഡാറ്റവും ഈ ഒരു ഡാറ്റാബേസിൽ ഉണ്ടാവും, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഷെയർ ടു മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ്. ഓക്കെ, then a content provider behaves very much like a database where you can query it, edit its content, as well as add or delete content using insert, update, delete, and query methods. Okay, it is similar to SQL. Okay, SQL ആയിട്ട് ഇതിൽ ചെറുതായിട്ട് നമ്മൾ പറയും. ഓക്കെ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, സോ ഹിയർ വി ആർ യൂസിങ് ദീസ് മെത്തേഡ്സ്. ഓക്കെ, ആ ഡാറ്റാബേസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസേർട്ട് ഫോർ ഇൻസേർട്ടിങ് സം ഡാറ്റ, അപ്ഡേറ്റ് മെത്തേഡ് ഈസ് യൂസ് ടു അപ്ഡേറ്റ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ, ഓൾറെഡി ഉള്ള ഡാറ്റയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ. ഫോർ ഡിലീറ്റിംഗ് ഡാറ്റ ആൻഡ് query. Okay, so here in database everything is stored in row and column manner. Okay, 2-dimensional ആയിട്ടാണ് ഇവിടെ ഡാറ്റാബേസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഒരു സ്ട്രക്ചേർഡ് വേ ആണ് സ്റ്റോറിങ്ങിന്. ഓക്കെ, എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഹലോ? ഓക്കെ, ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു ഡാറ്റാബേസിൽ നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, റോൾ നമ്പർ, നെയിം, sem, branch, S1, S2. ഓക്കെ, അങ്ങനെ എല്ലാ സെമസ്റ്റേഴ്സും ആണെന്ന് വിചാരിച്ചോ. S1, S2, S3, S4, S5, S6, അങ്ങനെ എല്ലാ സെമസ്റ്റേഴ്സും. ഓക്കെ, റോൾ നമ്പർ 1, നമ്മുടെ റോൾ നമ്പർ, ഫസ്റ്റ് നെയിം ആരാ? അഭിജിത്ത് അല്ലേ? അഭിജിത്ത്. ഓക്കെ, sem S6, ബ്രാഞ്ച് ECE, S1 എത്ര മാർക്കാണ്, S2 എത്ര, അങ്ങനെ ഒരു റോയിൽ തന്നെ എല്ലാം എഴുതി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഈ ഒരു ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഡാറ്റാബേസിന് എന്തെങ്കിലും കിട്ടിയോ ഒരു ഐഡിയ? ഓക്കെ, ഇനിയിപ്പോൾ വീണ്ടും ഈ ഒരു ഡാറ്റാബേസിൽ നമുക്ക് ആഡ് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അടുത്ത റോൾ നമ്പർ 2 നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവിടെ 2 എന്നുള്ള ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി ഈ ഒരു ഡാറ്റാബേസിലേക്ക് ആഡ് ആവും. ഓക്കെ, ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? ഹലോ? ഓക്കെ, സോ ആ ഒരു ഡാറ്റാബേസിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് എന്തൊക്കെ? ഇൻസേർട്ട്, അപ്ഡേറ്റ് ഫോർ editing that database, delete and query methods. Okay, so in most cases this data is stored in an SQLite database. Okay, already നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SQLite database. Okay, so this is the syntax. Content URI, യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ക്വറി ഇവിടെ പറഞ്ഞു, ക്വറി എന്നുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരു ക്വറി ചെയ്യണമെങ്കിൽ യു സ്പെസിഫൈ ദ ക്വറി സ്ട്രിങ് ഇൻ ദ ഫോം ഓഫ് URI. Okay, uniform resource identifier. To query a content provider, you specify the query string in the form of a URI. Okay, so
URI ഫോമാറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. We have some prefix, then colon, double slash, authority slash data type slash ID. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ കാണാറുള്ള പോലെ തന്നെയാണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, പ്രിഫിക്സ്, കോളൻ, ഡബിൾ സ്ലാഷ്, ദെൻ അതോറിറ്റി സ്ലാഷ് ഈ ഡാറ്റ ടൈപ്പ് സ്ലാഷ് ID. ഓക്കെ, അത് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, സോ ദിസ് പ്രിഫിക്സ് ഇറ്റ് ഈസ് ഓൾവേസ് സെറ്റ് ടു കണ്ടന്റ്. ഓക്കെ, കണ്ടന്റ് ആണ് ഇവിടെ വരിക. നമ്മൾ കണ്ടന്റ് പ്രൊവൈഡറുടെ കാര്യം പറയാം. പ്രിഫിക്സ് ഈസ് ഓൾവേസ് കണ്ടന്റ്. ഓക്കെ, ദെൻ അതോറിറ്റി, ദിസ് സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദ കണ്ടന്റ് പ്രൊവൈഡർ. ഓക്കെ, ഏത് കണ്ടന്റ് പ്രൊവൈഡർ ആണോ ആ നമ്മൾ യൂസ് ചെയ്യുന്ന, മീൻസ് നമ്മൾ നോക്കുന്ന ആ ഒരു അതോറിറ്റി നെയിം. ഓക്കെ, അത് കോണ്ടാക്ട്സ് ആവാം, ബ്രൗസർ ആകാം. ഓക്കെ, okay, then data type. Data type, it indicates the type of data that this particular provider provides. Okay, അപ്പോൾ ഇവിടെ കോണ്ടാക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ കാണിക്കുക? പീപ്പിളിനായിരിക്കും കാണിക്കുക, അല്ലേ? നമ്മൾ കോണ്ടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കൺ തൊട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലിസ്റ്റ് എ സെറ്റ് ഓഫ് പീപ്പിൾ, അല്ലേ? പിന്നെ ഓരോ പീപ്പിളിനെ തൊടുമ്പോഴാണ് എങ്ങോട്ട് പോവുക, അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കാണിക്കുക, അല്ലേ? ഓക്കെ, സോ ഇവിടെ പ്രിഫിക്സ് ആയിട്ട് എന്ത് വരും? ഇപ്പോൾ കോണ്ടാക്ട്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പ്രിഫിക്സ് ആയിട്ട് ഇറ്റ് വിൽ ബി ഓൾവേസ് കണ്ടന്റ്, അല്ലേ? കണ്ടന്റ് കോളൻ ഡബിൾ സ്ലാഷ് കോണ്ടാക്ട്സ് സ്ലാഷ് പീപ്പിൾ. ഓക്കെ, ഓക്കെ ആണോ? ഡാറ്റ ടൈപ്പ് പീപ്പിൾ. ഓക്കെ, and data type, this indicates the type of data that this particular provider provides. Okay, ഇപ്പോൾ നമുക്ക് കോണ്ടാക്ട്സിൽ ഉള്ള ഒരു 10ാമത്തെ ആളുടെ ഓക്കെ, കോണ്ടാക്ട്സിൽ എ മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അല്ലേ? ഓരോ പീപ്പിളിനെ ലിസ്റ്റ് ചെയ്യും, അല്ലേ? എ ആയിരിക്കാം, അല്ലെങ്കിൽ ഹാഷ് ആയിരിക്കാം ഫസ്റ്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പം അതിന്ന് ഒരു 10ാമത്തെ ആളുടെ നമ്പറാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു URI പറയുന്നത് കണ്ടന്റ് കോളൻ ഡബിൾ സ്ലാഷ് കോണ്ടാക്ട്സ് സ്ലാഷ് പീപ്പിൾ സ്ലാഷ് 10 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? This ID, it specifies the specific record requested, ID, which uniquely identifies the record. Okay. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഈ URI ഫോമാറ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇമ്പോർട്ടൻ്റ് ആണേ, എക്സാമ്പിൾ വെച്ച് തന്നെ പറയേണ്ടി വരും. ബാക്കിയുള്ളവർക്കോ? ഓക്കെ, എനിക്കിനി ആൽബം ഗാലറിയാണ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. ഓക്കെ, ഗാലറിയിൽ ഓക്കെ, ഗാലറി ഓർ ആൽബം, ആൽബം എന്നാണ് എൻ്റെ ഐക്കണിൻ്റെ പേര്. ഓക്കെ, ആൽബത്തിൽ നിന്ന് എനിക്കൊരു ആൽബത്തിൽ നിന്ന് വീണ്ടും ഫോൾഡേഴ്സ് പോകും, അല്ലേ? ക്യാമറ, വാട്സപ്പ് എന്നുള്ള രീതിയിൽ വീണ്ടും ഫോൾഡേഴ്സ് പോകും. ദെൻ ഇമേജസ് വരും, അല്ലേ? ഇമേജസിന് ഏത് ഫോൾഡറിൽ നിന്നാണോ അവിടുന്ന് ആ ഇമേജസിന് ആ ഒരു നമ്പർ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ URI എഴുതാം. ഓക്കെ, കോണ്ടാക്ട്സ് മാത്രമല്ല, എല്ലാതും നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഓക്കെ ആണോ? ആകെ 2 പേര് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. കണ്ടന്റ് പ്രൊവൈഡർ URI. ഹർഷ്, ജസീം, അർച്ചിത. ഓക്കെ ആണോ? ഓക്കെ, സോ for example, if you are looking the contact number 5 in the contacts content provider, then URI would look like this: content colon double slash contacts slash people slash 5. Okay, then steps for creating content provider already നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. Create a content provider child class that extends the content provider base class, അല്ലേ? Public class my content provider extends content provider. Then define your content provider URI address, which will be used to access the content. URI address either. Okay, then create your own
database to keep the content using SQLite. Okay, ചെറിയ queries പറഞ്ഞു തരാം. Okay, then implement content provider queries to perform different database specific operations. Register your content provider in your activity file using provider tag. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ആക്ടിവിറ്റി ഫയലിൽ നമ്മളത് മെൻഷൻ ചെയ്യണം. എന്ത് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ എവിടെയൊക്കെ നമ്മൾ എന്ത് ആഡ് ചെയ്യണമെങ്കിലും, ഇപ്പോൾ എസ്പെഷ്യലി കണ്ടന്റ് പ്രൊവൈഡർ ആയിക്കോട്ടെ, broadcast receiver ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ആക്ടിവിറ്റിയിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ ദീസ് ആർ ദ 5 steps for creating content provider. Then methods in content provider: on create, query, insert, delete, update, get, type. Okay, so on create, this method is called when the provider is started. Okay, always. Then query, this method receives a request from the client and the result is returned. Okay, ഒരു client എന്ന് കിട്ടുന്ന ഒരു request, ആ ഒരു റിക്വസ്റ്റിന്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, then insert, this method inserts a new record into the content provider. Okay, delete, already ഉള്ള ഒരു റെക്കോർഡിനെ, എക്സിസ്റ്റിംഗ് റെക്കോർഡിനെ it will delete from the content provider. Then update, already existing ആയിട്ടുള്ള ഒരു റെക്കോർഡിനെ it will modifies the values or something. Okay, this method updates an existing record from the content provider. Then get type method, this method returns the MIME type of the data at the given URL. MIME means multipurpose internet mail extension, and it is used to determine file type in internet communication. Okay, so ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ബേസിക് UI ഡിസൈൻസ് ആൻഡ് കണ്ടന്റ് പ്രൊവൈഡർ ക്ലിയർ ആയോ? ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 5ന്റെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ കണ്ടന്റ് പ്രൊവൈഡർ വിശദമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, മെത്തേഡ്സ് എന്തൊക്കെ, കണ്ടന്റ് പ്രൊവൈഡറും ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെ. ഓക്കെ, സോ കണ്ടന്റ് പ്രൊവൈഡർ ഒക്കെ ഇങ്ങനെ വലിയ മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഡയഗ്രാം ഒക്കെ വരച്ച് എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എഴുതണം. ഇത്രയും ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഹലോ, നിങ്ങൾ അവിടെ ഉണ്ടോ? ഓക്കെ, സോ ബേസിക് UI ഡിസൈൻസിൽ എന്തൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? നമ്മൾ സാധാരണ മൊബൈലിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആക്ഷൻ ബാർ ഉണ്ടായിരുന്നു അല്ലേ? ആക്ഷൻ ബാർ, പിന്നെ കൺഫേമിംഗ് ആൻഡ് അക്നോളജിങ്, സെറ്റിംഗ്സ്, ഹെൽപ്പ്, സെലക്ഷൻ. ഓക്കെ, ബേസിക് UI ഡിസൈൻസിൽ തന്നെ ചില ഇപ്പോൾ ട്യൂട്ടോറിയൽ പോയിന്റ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയും ലേ ഔട്ട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ലീനിയർ, റിലേറ്റീവ്, ലിസ്റ്റ്, ഗ്രിഡ്, ടേബിൾ, ഫ്രെയിം, അബ്സല്യൂട്ട് ലേഔട്ട്സിനെ കുറിച്ചും അവിടെയും പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം, ഈ 5 കാര്യങ്ങൾ മറക്കരുത്. ബേസിക് UI ഡിസൈൻസിൽ ആക്ഷൻ ബാർ, കൺഫേമിംഗ് ആൻഡ് അക്നോളജിങ്, സെറ്റിംഗ്സ്, ഹെൽപ്പ്, സെലക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ലേഔട്ട്സും പറയാം. ഓക്കെ.